ശരിക്കും രാഷ്ട്രീയം പറയുന്ന വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് കസറി നിൽക്കുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ്. সবাইকে লাইনে দাঁড় করাবে আর বলছে কি তৃণমূলের বিরুদ্ধে চার্জশিট। আমি বলি প্রথম চার্জশিট মোদি আর অমিত শাহর বিরুদ্ধে হওয়া উচিত. രാജ്യത്ത് നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് വില കൊടുത്തും സ്വന്തമാക്കണമെന്ന് ബിജെപി ആഗ്രഹിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. എന്നാൽ സംഘപരിവാർ പാളയത്തിലേക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് മമതയിലൂടെ ബംഗാൾ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ബിജെപിയെ കടന്നാക്രമിച്ച് താരമാവുകയാണ് മമത. സംസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തിയാൽ ജനങ്ങളെ മത്സ്യവും മാംസവും മറ്റും കഴിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്ന് മമത പറഞ്ഞു. തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മമത. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മത്സ്യം കഴിക്കാറില്ല. ബിജെപി അധികാരത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഇറച്ചിയോ മുട്ടയോ കഴിക്കാനാകില്ല. বিজেপি আসলে কি বলছে? মাছ খাওয়া যাবে না। বিজেপি রাজ্যে মাছ খাওয়া যায় না, মাংস খেতে পারবেন না, ডিম খেতে পারবেন না. ബിജെപി നിലപാടുകൾ ഏകപക്ഷീയമാണ്. അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. ഇക്കൂട്ടർ കലാപത്തിന് പ്രേരിപ്പിക്കുന്നവരാണ്. അവർ കലാപങ്ങൾക്ക് പ്രേരിപ്പിച്ചാണ് അധികാരത്തിലെത്തിയത്. അവർ ആളുകളെ കൊലപ്പെടുത്തിയാണ് അധികാരത്തിലെത്തിയത്. ഗോത്രവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കുമെതിരായി ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ബംഗാളി സംസാരിക്കുന്ന നമ്മുടെ ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു. നാം ആരെയും അടിച്ചമർത്തുന്നില്ലെന്നും മമത പറഞ്ഞു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കവർന്നെടുക്കും. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കും. എന്റെ സർക്കാർ ആരംഭിച്ച എല്ലാ സാമൂഹിക പദ്ധതികളും നിർത്തലാക്കും. ഞാൻ തുടങ്ങിയ പദ്ധതികൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തൃണമൂൽ പാർട്ടിക്കല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്യരുതെന്നും മമതാ ബാനർജി. ബംഗാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മമതയുടെ ഈ പ്രതികരണം. മുർഷിദാബാദിലെ രഘുനാഥ് ഗഞ്ചിൽ രാമനവമി ആഘോഷത്തിനിടെ അക്രമം നടന്നിരുന്നു. ഈ ആക്രമ സംഭവത്തിൽ തനിക്ക് നടപടിയെടുക്കാൻ കഴിയാത്തതിന്റെ കാരണം മമത വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റി. എനിക്ക് നിലവിൽ അധികാരങ്ങളൊന്നുമില്ല. ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല, മമതാ ബാനർജി പറഞ്ഞു. ദയവായി ക്രമസമാധാനത്തിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റിയതിനാൽ എന്റെ കൈവശം ഒരു അധികാരവും അവശേഷിക്കുന്നില്ല. ബിജെപി തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥരാണ് അധികാര സ്ഥാനങ്ങളിൽ. അതേസമയം ഈ ഉദ്യോഗസ്ഥരാരും രക്ഷപ്പെടില്ലെന്ന് മമത വ്യക്തമാക്കി. ഇന്നോ നാളെയോ അവർ ഈ കേസിൽ ഉത്തരവാദിയായി മാറുമെന്നും മമത പറഞ്ഞു. തന്നെ വധിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് ബിജെപിയോട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചോദിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മമതാ ബാനർജിക്ക് കാലിന് പരിക്കേറ്റതിനെ അമിത്ഷാ പരിഹസിച്ചിരുന്നു. മമത വിക്ടിം കാർഡ് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. ചിലപ്പോൾ അവർ കാലൊടിക്കുന്നു, ചിലപ്പോൾ തലയിൽ കെട്ടുമായി വരുന്നു, ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിക്കുന്നു എന്നിങ്ങനെയായിരുന്നു ഷായുടെ വിമർശനം. തന്റെ പരുക്ക് വ്യാജമാണെന്ന് പറയുന്നവർക്ക് നാണമില്ലേ എന്നും മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ അവർ തയ്യാറാകണമെന്നും മമത വെല്ലുവിളിച്ചു. 2021 നന്ദിഗ്രാമിൽ വെച്ചാണ് മമതയുടെ കാലിന് പരിക്കേറ്റത്. 2 ഘട്ടമായാണ് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം ഏപ്രിൽ 23-നും രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ബംഗാൾ കണ്ട് കൊതിക്കേണ്ടെന്ന് ബിജെപിയോട് പറയുകയാണ് മമതാ ബാനർജി.